ഹലോ. എൻ്റെ അമ്മ വലിയൊരു പാചകരത്നമൊന്നും അല്ലെങ്കിലും എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനകത്ത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കക്ക ഇറച്ചി തോരൻ. ഇവിടെ കൂടുതലും കക്ക നമുക്ക് ഷെല്ലോടുകൂടിയാണ് കിട്ടുന്നത് കേട്ടോ. പക്ഷേ ഈ തവണ ഫിഷ് മാർക്കറ്റിൽ പോയപ്പം അല്ലാതെ ഷെല്ലില്ലാതെ കക്ക കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വാങ്ങി. എങ്കിൽ പിന്നെ ഇന്ന് കക്കാത്തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു 2 പിടി കൊച്ചുള്ളി അരിഞ്ഞത്, ഞാനൊരു കൈക്കണക്കാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഒരു 2 പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഞാൻ പിന്നെ ഇവിടെ ഒരു ചട്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചട്ടിയിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കടുക് പൊട്ടിക്കഴിയുമ്പോൾ കടുക് വറക്കുന്ന മുളകും ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർക്കാം. കൊച്ചുള്ളി ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൊച്ചുള്ളി പകുതിയോളം വാടിയപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഞാൻ ഈ ഒരു സമയത്താണ് കേട്ടോ ഇട്ട് കൊടുക്കാറ്. ചിലവർ കടുക് വറക്കുന്ന സമയത്ത് കറിവേപ്പില ഇടാറുണ്ട്. പക്ഷേ കറിവേപ്പിലയുടെ ആ ഒരു മൂത്ത ടേസ്റ്റിനെക്കാട്ടി എനിക്ക് ആ ഒരു ഫ്ലേവർ ഇറങ്ങുന്നതിനെക്കാട്ടി എനിക്കിഷ്ടം കറിവേപ്പിലയുടെ തനതായ ഒരു ഫ്ലേവർ കറിയിൽ ഇറങ്ങുന്നതാണ്. പിന്നെ ഈ സമയത്ത് തന്നെ ഞാൻ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ച പച്ചമുളകും ചേർക്കുന്നുണ്ട്. കൊച്ചുള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കൊച്ചുള്ളിയൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി നടുക്കൊരു കുഴി പോലെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളകിൻ്റെ ടേസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ അത്ര ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന പോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം പൊടിയുടെയൊക്കെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് തിരുമിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കപ്പിന് 1/4 കപ്പ് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ തേങ്ങയും പൊടികളും നന്നായിട്ട് യോജിക്കും പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് വേണം നമ്മുടെ പ്രധാനിയായിട്ടുള്ള കക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കക്ക ഇപ്പോൾ ഞാൻ നല്ല ക്ലീൻ ചെയ്തെടുത്തതാണ് കേട്ടോ. ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാൽ അകത്തൊരു കറുത്ത നിറമുണ്ട്. അത് നമ്മളിങ്ങനെ ഞെക്കിക്കളയുമ്പോൾ അതങ്ങ് പൊക്കോളും. അങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഈ ഇടയ്ക്ക് ഞാൻ 1-2 വീഡിയോസിനകത്ത് കേട്ടു അത് നമുക്ക് കഴിക്കാൻ കഴിയുന്നതാണ്, അത് കളയേണ്ട ആവശ്യമില്ലാന്ന്. പക്ഷേ പണ്ട് തൊട്ടേ നമ്മൾ കളയുന്നതുകൊണ്ട് ഞാനത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ അരപ്പും കക്കയും എല്ലാം നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാൻ ആദ്യം അരപ്പിലേക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളായിരുന്നു. ഇനിയിപ്പോൾ കക്കയ്ക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം കക്കയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 നുള്ളി പെരുംജീരകവും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് തുറന്ന് വെച്ച് നന്നായിട്ട് ഡ്രൈ ആക്കിയെടുക്കാം.
നല്ല ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെച്ചു. ആഹാ, നമ്മുടെ കക്കാത്തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വിളമ്പി തുടങ്ങിയാലോ? വായോ. ചേച്ചി നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ചക്ക നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വേവിച്ച് വന്നിരുന്നു. അപ്പം ചോറും ചക്കയും കക്കയും എല്ലാം കൂടി കൂട്ടി ഞാൻ കഴിച്ചു. ആഹാ, അടിപൊളി കോമ്പിനേഷൻ, അടിപൊളി ടേസ്റ്റ്. എൻ്റെ മാരക എക്സ്പ്രഷൻ കണ്ടിട്ട് നെച്ച് സൈഡിൽ നിന്ന് ചോദിക്കുന്നുണ്ട്,